ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് കടുക്കുകയാണ്. ജി സുധാകരനെതിരെ നിയമ നടപടി തുടങ്ങി CPM. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. CPM പൊളിറ്റിക്കൽ ക്രിമിനൽസ്, കഞ്ചാവ് കടത്തുകാർ തുടങ്ങിയ പരാമർശങ്ങളിലാണ് നടപടി. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യം. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ, ഈ പൊതുവിടത്തെ വെല്ലുവിളിയും പോരുവിളിയും അവസാനിച്ചിരിക്കുന്നു, ഇനി കോടതിയിൽ. മാധു, CPIM-ഉം ജി സുധാകരൻ തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരായ പരാമർശങ്ങൾ, വർഗ്ഗവഞ്ചകൻ, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ, ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനം അടക്കം വണ്ടാനം മെഡിക്കൽ കോളേജ് CPIM നേതാക്കളെ നിഴലിൽ നിർത്തി അവിടെ അഴിമതി ആരോപണം, സ്കൂളിൽ നിന്ന് മണൽ കടത്തുന്നു, ജില്ലാ നേതാക്കളുടെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് കച്ചവടം നടത്തുന്നു, കഞ്ചാവ് കടത്ത് നടത്തുന്നു, അങ്ങനെ അടക്കം പല വിമർശനങ്ങൾ പൊതുവേദികൾ, പ്രധാനപ്പെട്ട സർക്കാർ പരിപാടികളുടെ പൊതുവേദികൾ വെച്ച് ജി സുധാകരൻ ഉന്നയിക്കുന്നത് പാർട്ടി ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പോഴിതാ ജി സുധാകരൻ ഈ പ്രസ്താവന തന്നെ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് CPIM നേതാവായിട്ടുള്ള VG വിഷ്ണുവാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. പക്ഷേ ജി സുധാകരൻ ഇത്തരം വെല്ലുവിളികളെ ഒന്നും അത്ര കാര്യമായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത്തരത്തിൽ CPIM നേതാക്കൾ നടത്തിയ വെല്ലുവിളിക്ക് മറുപടി എന്നോണം മറ്റൊരു വേദിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന് മറുപടി നൽകിയിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജി സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയുണ്ടായി. തോട്ടപ്പള്ളിയിൽ ജി സുധാകരൻ ഒരു പൊതുവേദിയിൽ വെച്ച് CPIM നേതാക്കൾക്ക് എതിരെ വീണ്ടും വിമർശന ശരം ഉന്നയിച്ചപ്പോൾ അവിടെ വെച്ച് CPIM നേതാക്കളെ തടഞ്ഞു. പക്ഷേ അദ്ദേഹം വീണ്ടും വേദികളിൽ വെച്ച് CPIM നേതാക്കൾക്കെതിരായ വിമർശനം ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. അത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ, കഞ്ചാവ് കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് പരാതി സർക്കാരിന് കൊടുക്കാനോ വിജിലൻസിന് കൊടുക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി മുന്നണി മാറി, CPIM എന്ന പാർട്ടിയിൽ നിന്നും മാറി മറ്റൊരു മുന്നണിയുടെ ഭാഗമായി MLA ആകുമ്പോൾ സ്വന്തം പാർട്ടി, നേരത്തെ പ്രവർത്തിച്ച 10-42 കൊല്ലം പ്രവർത്തിച്ച ഒരു പാർട്ടിയെ തള്ളിപ്പറയുകയും വർഗ്ഗവഞ്ചകനായുകയും ഒപ്പം തന്നെ ഇപ്പോഴുള്ള നേതാക്കളെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്ന് പറയുന്നതിന്റെ ഒക്കെ തന്നെ രീതിയെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPIM നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പുരുഷന്മാരെ, CPIM നേതാക്കളായിട്ടുള്ള പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവന നടത്തിയ വലിയ വിവാദമായിരുന്നു. അതിനെതിരെ പക്ഷേ CPIM നിയമ നടപടിയിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ജി സുധാകരന്റെ പ്രസംഗത്തെ, വിമർശനത്തെ, വിവാദങ്ങളൊക്കെ തന്നെ നിയമ നടപടികളിലൂടെ നേരിടാനാണ് CPIM-ന്റെ തീരുമാനം. മാധു, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലുണ്ടായ പരാമർശങ്ങളാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ്, ഒപ്പം മയക്കുമരുന്ന് കച്ചവടക്കാരാണ് തുടങ്ങിയ പരാമർശങ്ങളിലാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് പോകാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്.